എഴുത്ത് മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു എഴുത്തുകാരിയായിട്ട് നമ്മൾ അംഗീകരിക്കാനൊന്നും ആരും തയ്യാറായിട്ടില്ല. വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം വരുന്നതുകൊണ്ടായിരിക്കും. ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അഫയർ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ചെറുപ്രായം തൊട്ട് തന്നെ ഉണ്ട്. ഒരു 13 വയസ്സ് മുതലാണ് സീരിയസ് ആയിട്ട് അവരുടെ ചിന്ത എന്ന് വെച്ചാല് ഇത് യാഥാർത്ഥ്യമാണ് എന്നാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും പകർന്നു ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അത് ഒരു രീതിയിൽ ചിത്രം വരക്കാൻ ഭയങ്കര കഴിവുണ്ടാകും. പല സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന അതൊക്കെ വളരെ ഭംഗിയിൽ ചെയ്യുന്നവരുണ്ട്. കല്യാണം കഴിഞ്ഞ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റേഷനാണ്. എല്ലാവർക്കും ഇല്ലേട്ടാ, പലർക്കും. ഞാൻ ശരിക്ക് ആകാശമോ നക്ഷത്രമോ അല്ലെങ്കിൽ ഒരു മരം കായ്ക്കുന്നതോ പൂക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനൊരു കാലം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എൻ്റെ കണ്ണുകളോ കാതുകളോ അറിഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. ഒരുപാട് സങ്കടങ്ങളും നിരാശകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരാണെന്നുണ്ടെങ്കിലും എപ്പോഴും പറയും ഷാബി അവൾ ബോൾഡാണല്ലോ എന്നാ പറയാം. പക്ഷെ ബോൾഡാണെന്ന് മറ്റുള്ളവർ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പെർഫോമൻസ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ പറയുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഴുത്തുകാരിയാണ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രെയിനറാണ്, സൈക്കോളജി കൗൺസിലറാണ്, ഒരുപാട് പ്രത്യേകതയുള്ള ഒരാളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ അങ്ങോട്ട് ചോദിക്കാം. നമ്മുടെ സ്വന്തം ഷാബി നൗഷാദാണ്. നമസ്കാരം. ഐ ഷാബി അല്ലേ? ഷാബി നൗഷാദാണ് അറിയപ്പെടുന്നത്. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. എഴുത്തും എത്ര 2 പുസ്തകങ്ങളല്ലേ ഇറക്കിയേക്കുന്നത്? 2 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം ചില റൈറ്റപ്പുകളൊക്കെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ. വളരെ സന്തോഷം എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയതിൽ. ഈ എഴുത്ത് എന്ന് പറയുന്ന ഈ സംഭവത്തിലേക്ക് കടന്നത് ഏകദേശം ഏത് ഏജിലാണ്? എഴുത്ത് ചെറുപ്പം തൊട്ടേ എഴുത്തുണ്ട്, പക്ഷെ അത് പുറത്ത് അറിയലില്ല എന്ന് മാത്രം. ആണോ? എത്ര വയസ്സ് മുതൽ എഴുതാറുണ്ട്? അത് എൻ്റെ തോന്നുന്നില്ല ഒരു 8ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ എഴുതുമ്പോൾ നമ്മളെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ എഴുതുന്നത് മറ്റൊരു ആളെ അറിയാത്ത രീതിയിലൊരു സാഹിത്യമൊക്കെ വെച്ചിട്ട് എഴുതുമല്ലോ, അതുപോലെ. പഠിച്ചത് മലയാളം മീഡിയത്തിലാണോ? മലയാളം മീഡിയം സ്കൂളിലാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, എഴുത്തുകാരന്റെ മലയാളത്തിൽ സാഹിത്യം ഉണ്ടാവും. സാഹിത്യം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മലയാളമായിരിക്കും. നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ കാര്യോടെ ഞാൻ പറഞ്ഞത്, പക്ഷെ ഏറെക്കുറെ നമുക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന വാക്കുകളാണ്. ഈ എഴുത്തുകാർക്കാണ് ആ സാഹിത്യം കിട്ടുന്നത്. അപ്പൊ 8ാം ക്ലാസ്സിൽ വെച്ച് ഇത് കിട്ടണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു പഠിപ്പിക്കൽ വേറെ ഒന്നുമില്ല. നമ്മൾ എല്ലാവരും പഠിക്കുന്ന സിലബസാണ്. എവിടെ നിന്നാണ് അങ്ങനെ അത്ര ശുദ്ധമായ മലയാളങ്ങളും ആ ഒരു സാഹിത്യമൊക്കെ കിട്ടുന്നത്? എങ്ങനെയാണ് അത് പറഞ്ഞു തരുന്നത്? ചിലപ്പോൾ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ വാക്കുകൾ അങ്ങനെ വരും. അതെല്ലാ എഴുത്തുകാർക്കും അങ്ങനെ തന്നെയായിരിക്കും, താനെ വരും. അതായത് നമ്മളതൊരു നമുക്ക് ജന്മനാ കിട്ടുന്നൊരു കഴിവാണല്ലോ. അങ്ങനെയുള്ള കഴിവുകളാണല്ലോ നമ്മൾ എന്താ പറയാ, ഇങ്ങനെ നമുക്ക് എഴുത്തുകാര്, ആക്ടർ, എല്ലാ കാര്യങ്ങളും ഒരു കഴിവുണ്ടായിട്ട് തന്നെ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കണമെന്നാണ്. എല്ലാവർക്കും ഓരോ കഴിവുണ്ട്, നമ്മളത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ. അപ്പോൾ ആ കഴിവ് പ്രത്യേകിച്ച് നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താ പറയാ, നമ്മൾ അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒന്ന് ഉഷാറാവാൻ പറ്റും. ആ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പം എനിക്ക് എഴുതാനാണ് കഴിവെന്ന് ഞാൻ തിരിച്ചറിയണത്. ഞാൻ എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അതൊന്ന് വായിച്ച് നോക്കുമ്പോൾ പറയും, ഞാൻ തന്നെ വിചാരിക്കും ഇത് ഞാൻ തന്നെ എഴുതിയതാണോ. ആ ഒരു രീതിയിൽ നമ്മൾ എഴുതാനിരിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ വാക്കുകൾ ഇങ്ങനെ ഒരു ദൈവസിദ്ധി എന്നൊക്കെ പറയുമല്ലോ, നമുക്ക് അങ്ങനെയാണല്ലോ. ആ ഒരു എല്ലാത്തിലും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എഴുത്തിൽ മാത്രമല്ല, കല എന്ന് പറയുന്ന എല്ലാ സംഭവങ്ങളും. ഓക്കെ. ഈ അപ്പൊ 8ാം ക്ലാസ്സിൽ വെച്ച് എഴുതാൻ തുടങ്ങി. അപ്പൊ അന്നൊക്കെ എന്തായിരുന്നു എഴുതിയിരുന്നത്? കവിതയാണോ കഥകളാണോ? കവിത അല്ല, ഞാൻ ചെറുതായിട്ട് നമ്മളെ
അതായത് ഇപ്പം നമ്മളെ സങ്കടങ്ങളും വിഷമങ്ങളും ആണ് കൂടുതൽ എഴുത്തുകാരുണ്ടാക്കുന്നത് അങ്ങനെയാണ് എന്നൊക്കെ പറയണേക്കാം. അതായത് കൂടുതൽ എഴുത്തുകാരുണ്ടാവുന്നത് അവർക്ക് അനുഭവങ്ങൾ വെച്ചിട്ടാണ് എന്നാണ്. പക്ഷെ അനുഭവങ്ങളെക്കാളും നമുക്ക് ഇമാജിൻ ചെയ്തിട്ട് എഴുതാൻ കഴിയും, അത് വേറെ കാര്യം. പക്ഷെ ഒരു എഴുത്തുകാരി രൂപപ്പെടുന്നത് അങ്ങനെയാണ്, അനുഭവങ്ങളിൽ കൂടിയാണ് ഒരു എഴുത്തുകാരി ഉണ്ടാവുന്നത്. പിന്നെ അത് എഴുതിയെടുക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടെങ്കിൽ കഴിവ്. ഇപ്പോന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരുപാട്, പക്ഷെ ഇപ്പൊ എഴുതാൻ പറ്റും. എങ്ങനെ നമ്മളെ ജെമിനി, ചാറ്റ് GPT ഒക്കെ നമ്മളെ എഴുതാൻ സഹായിക്കും. പക്ഷെ അതിനൊരു ഹൃദയം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എഴുതുന്ന ആ ഒരു ജീവൻ അതിനില്ല. ജെമിനി, ചാറ്റ് GPT ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ റെഡിമെയ്ഡ് ആണ്. അത് ചിലപ്പോൾ ഞാൻ എഴുതിയ കവിതകള് ഞാൻ ജെമിനിക്കൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ ഇതെങ്ങനെ ചോദിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര, ഇനി ഇതിന് വേറൊരു കവിത തരാമോ എന്ന് ചോദിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല സത്യം പറഞ്ഞാൽ. കാരണം അതൊരു ജീവനില്ലാത്ത പോലെ. ശരിക്കും നല്ല കവിതകൾ തന്നെ ആയിരിക്കും, നല്ല അക്ഷരസ്ഫുടതയോടെ കടുകട്ടി സാഹിത്യത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. കാരണം അതിനൊരു നമ്മൾ പറയല്ലോ, രണ്ട് കാര്യങ്ങൾ, ഹൃദയം തുറന്നും അല്ലാതെയും, ജീവനുണ്ടെയും ജീവനില്ലാതെയും എഴുത്തുകൾ അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തോന്നലുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു യാന്ത്രികമാണ് ചാറ്റ് ജിപിടിയും ജെമിനി. പക്ഷെ നമ്മൾ ആ ഒരു ജന്മനായുള്ള ഒരു സിദ്ധിയോട് കൂടി എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു കഥ കേട്ടണമെന്ന് അറിയില്ല ശ്രീനി, ഒരു ഭയങ്കര ഒരു പണക്കാരൻ ഒരു കാട്ടിലൂടെ പോകുമ്പോൾ, ജ്ഞാനിയാണ്, സമ്പന്നനാണ്. അങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തോട് അപ്പുറത്തുള്ള ആളുകൾ പറയുന്നുണ്ട് അതിലൂടെ പോവണ്ട, അവിടെ കൊള്ളക്കാരുള്ള കാടാണെന്ന്. അപ്പോൾ ഇദ്ദേഹം ധൈര്യപൂർവ്വം പോയി സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചും ചെയ്ത്. അപ്പോൾ അവർ പറയാണ്, നിങ്ങളെ സമ്പത്ത് മുഴുവൻ ആദ്യം പറഞ്ഞതല്ലേ, സമ്പത്ത് മുഴുവനും കൊണ്ടുപോയില്ലേ, നഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ സമ്പത്തല്ലേ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ, എൻ്റെ ജ്ഞാനം എൻ്റെ അടുത്തുണ്ടല്ലോ. അതായത് നമ്മളെ സിദ്ധികളോ നമ്മളെ കഴിവുകളോ ഒരാൾക്കും നഷ്ടപ്പെടുത്താൻ പറ്റൂല. അത് നമ്മൾ ആ ഒരു കാര്യത്തിൽ വളർന്നു വരികയാണെങ്കിൽ തന്നെ അത് അവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. അത് നമുക്ക് നമ്മളതായിട്ടുള്ള സ്പേസ് വരുമ്പോൾ നമ്മളത് താനെ നമ്മൾ ചെയ്തു പോകും. അതെൻ്റെ അനുഭവം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരി എന്നൊന്നും പറഞ്ഞ് അറിയപ്പെടാനോ അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിൽ, നമ്മളെ കുടുംബത്തിൽ ഒരു എഴുത്തുകാരി എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കപ്പെടാനോ ഒന്നും ആരും തയ്യാറായിട്ടില്ല. ഇല്ല, ചെറുപ്പത്തിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കലാവാസന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ ഇല്ല. പക്ഷെ ചെറുപ്പത്തിലൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഞാനിത് നമ്മളെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, WMHC, വേൾഡ് മലയാളി ഹോം ഷെഫ്. അതിൽ ജോയിൻ ആയതിന് ശേഷം അവർ FB പേജ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ എൻ്റെ എഴുത്തുകൾ ഇടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് എഴുത്ത് കണ്ടിട്ടാവും ഞങ്ങളെ നാട്ടിലുള്ള ഒരു അധ്യാപകന്, രഘുമാഷ് എന്ന് പറയുന്ന അധ്യാപകന് എഴുതാൻ കഴിവുണ്ടല്ലോ, നല്ല എഴുത്തുകളാണല്ലോ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ട് ഒരു ബുക്കാക്കി ഇറക്കാമെന്നും, ഇത് നാട്ടിലെങ്കിലും ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ ഒന്ന് അറിയണമല്ലോ, ഷാബി ഇങ്ങനെ എഴുതുന്നത് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ആദ്യം അവിടെ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമിന് നടക്കുമ്പോൾ നീലാവ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അദ്ദേഹം തന്നെ ആക്കി തന്നത്. പക്ഷെ അതിന് പബ്ലിഷേഴ്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് അവർക്ക് സാറിന് അറിയുന്ന ഒരു പബ്ലിഷേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു അതങ്ങനെ. പക്ഷെ അവിടെ ആ ഞങ്ങളെ കൊച്ചു ഗ്രാമത്തിൽ അന്നൊരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എൻ്റെ സ്റ്റെപ്പ് വെച്ചത് അങ്ങനെയാണ്. അത് കല്യാണം കഴിഞ്ഞാരെ ഞങ്ങളെ നാട്ടിലല്ല, ഞങ്ങളെ നാട്ടിൽ നിന്ന് +1 കല്യാണം, +1 നിന്നാണ് കല്യാണം കഴിയണതിൻ്റെ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നതിൻ്റെ ശേഷം പിന്നെ ഫുള്ള് ഇവിടെ തന്നെയാണ് ഫോക്കസ്. അതേപോലെ നമ്മൾ അവിടെ മലപ്പുറം ഞങ്ങൾ ആ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ ഗൾഫിലൊക്കെ ആകുമ്പോൾ സാധാരണ ഒരു അവിടുത്തെ ഒരു നടപ്പ് അങ്ങനെയായിരുന്നു അന്ന്. ഇപ്പൊ ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമ്മളെ സ്വന്തം വീട്ടിൽ നിൽക്കുക. അങ്ങനെ ഒരു എന്താ പറയാ, സോഷ്യൽ നോംസ്, നമ്മൾ എഴുതപ്പെടാത്ത സമ്പ്രദായങ്ങളാണ് അതൊക്കെ. അതാണ്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെയാണ് കൂടുതൽ നിന്നുകണതും ഒരു നാടിനോടുള്ളൊരു ഫീലിങ്സ് തോന്നുന്നതൊക്കെ. കാരണം അന്ന് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധി വിവേകമൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ 22 വർഷമായി
ഇവിടെ. അപ്പോൾ ജീവനും ഒക്കെ ഇവിടെയാണെന്ന് പറയാ. സത്യം പറഞ്ഞാല് ഹസ്ബൻഡിന്റെ നാടാണ്. അവിടെ വന്നപ്പോഴാണ് നാടിനെ കുറിച്ച് അറിഞ്ഞ് എഴുതാനും അവിടുന്നാണ് അധ്യാപകന് പിന്നെ എഴുത്തുകാരി എന്നുള്ള രീതിയിലാണ് നമുക്ക് പിന്നെ ഒരു CSS അറിയും, സാംസ്കാരിക സമിതി, പിന്നെ ലൈബ്രറി ഉള്ളൊരു ഒരു ക്ലബിൽ മെമ്പറായിട്ട് ജോയിൻ ആവുകയും പിന്നെ അവർ നമ്മളെ ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് അംഗീകരിക്കുകയും ചെയ്ത് മെമൻറ്റോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നാടിൻ്റെതായിട്ടുള്ളൊരു സംഭവങ്ങൾ. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഒരു പെരുമഴ വർഷം തന്നെ പറയാം. അത് എഴുത്തുനിന്ന് മാത്രമല്ല, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ ഞാനൊക്കെ പറയും, ഞാനൊക്കെ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു പിന്നെ ഉള്ളിൽ അകപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സ്ത്രീകളുണ്ടാകും, ഒരുപാടുണ്ട്. അവർക്കൊക്കെ കഴിയും തീർച്ചയായിട്ടും അവരെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാനും. അതിനൊക്കെ നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് എന്താണോ കഴിവ്, അതിൽ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാവരും അംഗീകരിക്കും. നമ്മൾ സമയം നമ്മൾ അംഗീകരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ. ഇപ്പൊ മാഡത്തിന്റെ ചെറുപ്പത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ 8ാം ക്ലാസ്സിൽ വെച്ച് എഴുത്ത് തുടങ്ങി. എന്നെ ഒരു കലാകാരിയായിട്ട് അംഗീകരിക്കാൻ പലർക്കും അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യം അംഗീകരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വീട്ടിലൊന്നും ഇങ്ങനെ ഒരു ചുറ്റുപാടല്ലായിരുന്നോ? ഒരു കലാകാരിയായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നോ? ഇല്ലില്ല, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടേ അല്ല. കാരണം നമ്മളെ ഇതിൽ ഒരു എഴുത്തുകാരിയോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരിയോ അങ്ങനൊന്നും ഇല്ലാതെ ഒരു തികച്ചും ഒരു റിലീജിയസ് അനുസരിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസപ്രകാരം ആ മൂല്യങ്ങളെ പിടിച്ചുകൊണ്ട് കൊണ്ടുനടക്കുന്ന ഫാമിലിയാണ്. എഴുത്ത് മോശം എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു എഴുത്തുകാരിയായിട്ട് നമ്മൾ അംഗീകരിക്കാനൊന്നും ആരും തയ്യാറായിട്ടില്ല. ഇപ്പോൾ പകരം ഇപ്പൊ മാഡത്തിന്റെ പകരം ഇപ്പൊ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതിന് ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്യണ്ടേ. നമ്മളിപ്പോൾ നമുക്കൊരു കഴിവുണ്ടെന്ന് അറിയുമ്പോൾ ഒന്നുകിൽ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അങ്ങനെയൊന്നും ആരുമില്ല കുടുംബത്തിൽ. അങ്ങനത്തെ എഴുതുന്നതെല്ലാം നമ്മൾ തന്നെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ തന്നെ എഴുതുമായിരുന്നു എന്ന് വെച്ചാല് കവിതകളൊന്നും ആയിരുന്നില്ല എഴുതിയിരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളും നിരാശകളും ഒക്കെ അത് ഒരാൾ വായിച്ചാൽ മനസ്സിലാവൊന്നുമില്ല. ഇന്നതാണ് എഴുതിയിരിക്കണത് എന്നൊന്നും ഒരാൾ വായിച്ചാൽ മനസ്സിലാവില്ല. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. പിന്നെ ഒരിക്കലേ ഇതുപോലെ ഞാൻ ഫസ്റ്റ് എഴുതിയൊരു കവിത, അത് അതാണ് അതായത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാനെന്ന് ആ ഒരു പെണ്ണ് അടുക്കള ചുമരുകളിൽ തളച്ചിടാതെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തന്നെ തുടങ്ങിയ ആ ഒരു ടൈമിൽ ഞാൻ എഴുതിയൊരു ഒരു വരികളുണ്ട്. അതിൽ ഫസ്റ്റ് വരി തന്നെ, ധീരയായി ധീരയായി നീ മുന്നേറുക, നിന്നില നിൽപ്പിനു വേണ്ടി ധാരയായി ഒഴുകിടും ധമനികളിൽ നീ തീപ്പൊരി പാറിക്കുക തുടങ്ങി അങ്ങനെ തുടങ്ങുന്ന ഒരു ലൈനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കവിത വായിച്ചാൽ അറിയാം ഇത് എത്രയും കുടുങ്ങി കിടക്കുന്ന ഒരു മനസ്സിന്ന് പൊട്ടിച്ച് പോവാനുള്ള ഒരു ത്വര ആ ഒരു വരികളിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു തുടക്കം ഉണ്ടായത്. അതെ, വേൾഡ് മലയാളി ഹോം ഷെഫ് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്താരെ അവിടെ നിന്നാണ് നമ്മൾ സോഷ്യലായിട്ട് ഇത് പറയുന്നത്. FB പേജ് വേണം, ഇൻസ്റ്റ വേണം എന്നൊക്കെ പറയുന്നത്. അതിന് ശേഷമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും FB ഇൻസ്റ്റ ഒന്നും യൂസ് ചെയ്യാത്ത ഒരുപാട് ലേഡീസ് ഉണ്ട്. നമുക്കത് പറഞ്ഞാൽ അത്ഭുതമാണ്. ഞാനറിയുന്ന ഒരുപാട് ലേഡീസുകൾ. കാരണം അതെന്തിനാ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല? വീട്ടുകാർക്ക് ഇഷ്ടമല്ല, ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അത് എന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെടക്കാകും എന്നൊക്കെ പറയുമല്ലോ. ആ ഒരു കോൺസെപ്റ്റാണ് പലർക്കുള്ളത്. സമ്മതിപ്പിക്കാത്ത. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഫേക്ക് ഐഡി ആയിരിക്കും.
പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. തുറന്നിങ്ങോട്ട് അത് നമുക്ക് ചെയ്യുന്നവർക്ക് ഒന്നുമല്ല. എന്താ ഇപ്പോൾ ഒരു FB പേജ് ഉണ്ടായി വിചാരിച്ചിട്ട്, ഇൻസ്റ്റയിൽ ഉണ്ട് വിചാരിച്ചിട്ട് അല്ലേ. പക്ഷെ അത് ചെയ്യാത്തവരും ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നതും അതാണ്, സോഷ്യലായിട്ട് വരണം എന്നല്ല, എങ്കിലും നമ്മളെ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരുന്നേ വേണം. അത് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ചിത്രം വരക്കാൻ ഭയങ്കര കഴിവുണ്ടാകും. പിന്നെ അതുപോലെ ഭയങ്കര ആർട്ട് ചെയ്യുന്ന ഈ മറ്റേ പല സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ വളരെ ഭംഗിയിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ കല്യാണം കഴിഞ്ഞ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റേഷനാണ്. എല്ലാവർക്കും ഇല്ലേട്ടാ, പലർക്കും അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന് നമ്മളെ കഴിവുകൾ നമ്മൾ സ്വയം അംഗീകരിച്ച്, നമ്മൾ സ്വയം സ്നേഹിച്ച്, നമ്മൾ സ്വയം തന്നെ അതിന് മുന്നോട്ട് വന്നാൽ തന്നെ ശരിയാവും. നമ്മുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. നമ്മളെ കഴിവിനെ ആദ്യം നമ്മൾ അംഗീകരിക്കും. ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ പല സ്ഥലങ്ങളിലും ഇതേപോലെ പല കഴിവുണ്ടായിട്ടും വീട്ടുകാരുടെയും കസിൻസിന്റെ ഒക്കെ സമ്മർദ്ദം മൂലം അത് പുറത്ത് കാണിക്കാൻ പറ്റാതെ അവർ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നു. ഇപ്പൊ എഴുതാൻ കഴിവുള്ളവർ, പാടാൻ കഴിവുള്ളവർ, വരയ്ക്കാൻ കഴിവുള്ളവർ, കുറെ പലതരത്തിലുള്ള കഴിവുള്ളവരുണ്ട്. അവരവരുടെ വഴിക്ക് വിടാതെ തല്ലിപ്പഴിപ്പിച്ച് എടുക്കാന്ന് പറയുന്ന പോലെ അവരെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ നിൽക്കുന്ന, അപ്പൊ അവരുടെ മനസ്സ് ഭയങ്കര വിഷമിച്ചായിരിക്കും അവർ നിൽക്കുന്നത്. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യത്തെ പോലല്ലേ ഇപ്പോൾ. എന്തായാലും നമ്മൾക്കുള്ള കഴിവുകൾ സോഷ്യൽ മീഡിയ വഴിയെങ്കിലും നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര നല്ലൊരു മാധ്യമം കൂടിയാണ്. ഇപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ കുറച്ചായി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാ പേജ് ഇല്ലാത്ത കുട്ടികളില്ല ഇപ്പോൾ. അപ്പോൾ അതിലൂടെ കഴിവുകൾ പുറത്ത് പ്രകടിപ്പിക്കാം. ആ പ്രകടനം എന്തായാലും ജനങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിനൊരു എന്തേലും ആ ഒരു ജേണിയിൽ അവിടെ എൻഡിലൊരു സക്സസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എന്തൊക്കെ ജോലി ചെയ്താലും അത് കഴിവുകൾ വിടാതെ സോഷ്യൽ മീഡിയ കൂടി അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ജനറേഷനോട് അതാ പറയാനുള്ളത്. കാരണം ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമൊക്കെ പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അവിടെ അത് ഫോക്കസ് ചെയ്താൽ കൂടുതൽ നമ്മൾ ആ ഒരു കഴിവ് എന്താണോ അത് എന്തെയാലും മറ്റുള്ളവർ അംഗീകരിക്കപ്പെടും. ആ കഴിവുണ്ടെങ്കിൽ, ഫേക്ക് അല്ല എന്നുണ്ടെങ്കിൽ, യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എൻഡിൽ ഒരു സക്സസ്ഫുൾ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ എന്തായാലും കഴിവുകൾ കൈവിടാതെ എന്ത് ജോലി ചെയ്യുന്നു അതിന്റെ കൂടെ ഇതും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഇതുപോലെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ അമ്മമാർ കുട്ടികളെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇതേപോലെ ഇതെല്ലാം മാറ്റി വെച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കഴിവിനെ അവരങ്ങ് മറക്കും. അങ്ങനെയുള്ളവരുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു കുടുംബിനിയാണ്. പല നമ്മളെ ഭർത്താവ്, കുട്ടികൾ, കുടുംബം ആ ഒരു രീതിയിൽ സാധാരണ ഒരു വീട്ടമ്മയായിട്ട് പോകുന്ന ഒരു ലേഡി തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് സ്വയം തോന്നലും നമ്മൾ ചിന്തിക്കുന്നതുമാണ് നമ്മളെ മാറ്റുക. തീർച്ചയായിട്ടും നമ്മൾ മാറണം എന്ന് നമുക്ക് തോന്നണം. അല്ലാതെ വേറൊരാൾ പറഞ്ഞു വിചാരിച്ചിട്ടോ വേറൊരാൾ നീ മാറണം എന്ന് നമ്മളെ ഉപദേശിച്ചിട്ടോ നമ്മൾ മാറൂല. നമുക്ക് സ്വയം തോന്നിയിട്ട് നമുക്ക് ഇതൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് സ്വയം തോന്നണം. ആ തോന്നൽ നമ്മളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു വീട്ടമ്മ എന്നതിൽ കവിഞ്ഞ്, അതായത് വീട്ടമ്മ ആയിക്കോട്ടെ, നല്ല കുടുംബിനി ആയിക്കോട്ടെ, നല്ല മാതാവ് ആയിക്കോട്ടെ, നല്ല ഭാര്യ ആയിക്കോട്ടെ, നല്ല മകളായിക്കോട്ടെ, പക്ഷെ നമ്മളെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചിട്ട് നമ്മൾ തന്നെ മുന്നോട്ട് പോകും. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാനും അങ്ങനെ ഒരു ഇതിൽ വന്നതാണ്. ഇപ്പോൾ +1 പഠിക്കുമ്പോഴായിരുന്നു കല്യാണം. വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. ഇപ്പൊ ഈ പറയുന്ന കുട്ടികൾ തനിക്ക് ഇനി പഠിത്തം ഇനിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമാണ് 18, 19, 20, 21. ഇവിടെയാണ് അവരുടെ കഴിവുകളെ രണ്ടാമത്തെ സ്റ്റേജ് വളർത്തിയെടുക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പേ കല്യാണം കഴിഞ്ഞു. ഉള്ളിലൊരു എഴുത്തുകാരി എന്ന് പറഞ്ഞ ഒരു വാസന അവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്? അങ്ങനെ ചോദിച്ചാൽ അത് ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ എന്തെങ്കിലും ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു പെൺകുട്ടി എങ്ങനെയാണോ അതുപോലെ
നമ്മൾ മോളെ പ്രഗ്നൻ്റ് ആയി 19 വയസ്സിലാണ് അവളെ പ്രസവിക്കണത്. 18-19 ആ ഒരു ഏജിലാണ്. അപ്പോൾ പിന്നെ ഒരു ഡെലിവറി കഴിഞ്ഞ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെയാണല്ലോ, അമ്മമാരായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഇതിലാണ്, വേറെ ജോലിയൊന്നുമില്ല. അങ്ങനെ അങ്ങനെ വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും. കുട്ടികളെ കുറച്ച് കാലം കുട്ടികൾ നമ്മൾ നോക്കും, പിന്നെ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടികളെ ഏൽപ്പിച്ച് ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ലൈഫ് പോവുക. പക്ഷെ ഞാൻ സാധാരണ ഒരു കുടുംബിനിയാണല്ലോ, ഞാൻ കുട്ടിയിൽ ഫോക്കസ് ചെയ്തു, അവളെ വളർച്ചയും അവളെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നീട് ഒരു 4 വർഷത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. പിന്നെ 4 മക്കളാണ് എനിക്ക്. അതിൽ അവർ കഴിഞ്ഞിട്ടുള്ളതൊക്കെ പിന്നെ 1.5 വയസ്സ് ഡിഫറെൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 3 മക്കൾ 4 മക്കളെ വെച്ചിട്ട് നമ്മൾ ഞാൻ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എപ്പോഴും, അന്നത്തെ കാലം ഞാൻ ശരിക്ക് ആകാശമോ നക്ഷത്രമോ അല്ലെങ്കിൽ ഒരു മരം കായ്ക്കുന്നതോ പൂക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനൊരു കാലം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എൻ്റെ കണ്ണുകളോ കാതുകളോ അറിഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. കാരണം കുട്ടികളെ വെച്ച് ഇന്ന് പിന്നോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങളും നിരാശകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നോട്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതൊക്കെയാണ് എന്നെ ഒരു കരുത്തിട്ടൊരു സ്ത്രീ ആക്കിയത് എന്നുള്ളത് തോന്നലുണ്ട്. കാരണം ആരാണെന്നുണ്ടെങ്കിലും എപ്പോഴും പറയും ഷാബി അവള് ബോൾഡാണല്ലോ എന്നാ പറയാ. പക്ഷെ ബോൾഡാണെന്ന് മറ്റുള്ളവർ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പെർഫോമൻസ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ പറയുന്നത്. അതെ. പക്ഷെ അവിടുന്ന് അത് എങ്ങനെ ഉണ്ടായത് എന്നുള്ളത് ഉണ്ടല്ലോ, നമ്മൾ ഒരു മുത്തിച്ചിപ്പി ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അത്രയും ഒരു മണ്ണിൽ നിന്ന് തിരിഞ്ഞ് അത് അത്രയും മനോഹരമായൊരു മുത്തായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് എല്ലാവരായാലും അങ്ങനത്തെ രീതിയിൽ നിന്ന് ഒരു തിളങ്ങുന്നൊരു മുത്തായി മാറണം എന്നുണ്ടെങ്കിൽ ആ തിളക്കത്തിന് ഭയങ്കര പവർ കൂടുതലാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത്രയും ആ ഒരു കഷ്ടപ്പാടിൽ നിന്നാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ. ഹസ്ബൻഡ് ആണ് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉള്ളത്. അല്ലാതെ ഇപ്പോഴായാലും വേറെ ആരും ഇപ്പോഴും സപ്പോർട്ടില്ല ഇവിടം വരെ എത്തിയിട്ടും? ഇല്ലില്ല. ആരും നമ്മളൊരു എഴുത്തുകാരിയാണെന്ന് അംഗീകരിക്കാൻ പോലും ഇപ്പോഴും തയ്യാറെന്താ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം വരുന്നതുകൊണ്ടായിരിക്കും? കാരണം ആർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ലല്ലോ. അത് ഇല്ല. അത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ സാധാരണ നമ്മളൊരു ആ നാടിൻ്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയൊക്കെയാണ് അവിടെ ആയാലും ഇവിടെ ആയാലൊക്കെ. പക്ഷേ ടീച്ചർമാരുണ്ട്, പിന്നെ അധ്യാപകരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു സ്ത്രീകൾ പുറത്ത് പോവുക അല്ലെങ്കിൽ സോഷ്യലായിട്ട് നമ്മൾ ഇടപഴകുക എന്നുള്ളത് ഒരു ഇഷ്ടപ്പെടാത്തൊരു അങ്ങനത്തെ ഒരു കൾച്ചറാണ് അവിടെ. അത് നമ്മളെ നാടിനെ കുറ്റം പറയല്ല. പക്ഷെ നാട്ടിലെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഉയരാനും ഇപ്പോൾ ഒരുപാട് കഴിവുള്ള എഴുത്തുകാർ മാത്രമല്ല, അല്ലാതെ ഒരുപാട് കഴിവുള്ള വ്യക്തികളും സ്ത്രീകളും പുരുഷന്മാരൊക്കെ നാട്ടിലുണ്ടാവും. പക്ഷെ അവരൊക്കെ പിന്തള്ളിക്കൊണ്ട് കഴിവില്ലാത്തൊരു മുന്നോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ അത് നിയന്ത്രിക്കുന്ന ഒരു കുറച്ച് ആളുകളുണ്ടാകും നാട്ടിൽ. അവർ എങ്ങനെയാണോ ട്യൂൺ ചെയ്യുന്നത് അതുപോലെയാണ് അവർ നാട് പോവുക, മുന്നോട്ട് പോകും. നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന കുറച്ച് ആൾക്കാർ അവരാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പോകണം. അതെ. അത് ആര് ഇപ്പം രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അത് കഴിവുള്ളവരേറെ പിന്തള്ളപ്പെട്ട് അവർക്ക് താല്പര്യമുള്ള അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്ന സിറ്റുവേഷൻ ഉണ്ട്. എല്ലാ കാര്യത്തിലും ആയാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കഴിവുള്ളവർ ഒരിക്കലും പിന്തള്ളി എന്ന് വിചാരിച്ചിട്ട് ദൈവം മുന്നോട്ട് കൊണ്ടുവരുന്നേ ചെയ്യും. അത് ഉറപ്പാണ്. എത്ര പിന്തള്ളപ്പെട്ടാലും അവനുള്ളിൽ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് വന്നിരിക്കും. കഴിവുള്ളവൻ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, കഴിവുകളൊന്നും കൈവിടാതെ. ഓക്കെ. അത് മാത്രമല്ല, ഇപ്പോൾ തിരിച്ചിപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനറും കൂടിയാണ്. അതിനെക്കുറിച്ച് അത് എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? അത് ഞാൻ കോഴിക്കോട് യുണീക്ക് എക്സ് എന്നുള്ള
ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഈ കോഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതിൽ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടെ ഒന്ന് ട്രെയിൻ ആവണം. അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പകർന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറണമല്ലോ. ശ്രീനി ഒരു കഥ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മളെ മഹാത്മാഗാന്ധിൻ്റെ അടുത്ത് ഒരു അമ്മയും കുഞ്ഞും വരികയാണ്. ആ കുഞ്ഞ് നല്ലോണം മധുരം കഴിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറയാണ് ഇവന് നല്ല മധുരം കഴിക്കുന്ന ശീലമുണ്ട്, ഇതൊന്ന് മാറ്റി തരണം എന്ന്. അപ്പോൾ ഗാന്ധി പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വായോ. അവരമ്മയും കുഞ്ഞും തിരിച്ചു പോയി. പക്ഷെ അനുയായികൾ ചോദിച്ചു ഗാന്ധി അങ്ങ് എന്താ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞേ? മധുരം കഴിക്കുന്ന കുട്ടീനോട് മധുരം കഴിക്കണ്ടെന്ന് ഉപദേശിക്കാനല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്, ആദ്യം ഞാൻ മധുരം കഴിക്കുന്നത് ഉപേക്ഷിക്കണ്ടേ, എന്നാലല്ലേ എനിക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ. ഗാന്ധിജിക്ക് മധുരം കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പം അത് ഒഴിവാക്കിയിട്ട് വേണം മധുരം കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാന്. അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ മാറിയിട്ട് വേണ്ടേ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. സ്വയം നന്നാവും. പിന്നെ ട്രെയിനിങ് ഫീൽഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക്. എൻ്റെ വാക്കുകൾക്ക് അതായത് ഒരുപാട് പേര് നമ്മളെ പേഴ്സണലി അറിയുന്നവർ തന്നെ നമ്മളെ വിളിച്ചു കണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അവർ ആ ഒരു ലൈഫിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്, അവർക്കത് പിന്നെ സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി തുടങ്ങിയപ്പോൾ നമ്മളെ വാക്കുകൾക്ക് അങ്ങനെയുണ്ട്. നമ്മളെ വാക്കുകൾ ശക്തിയുള്ളതാണ്, പക്ഷേ കേൾവിക്കാരനാവുക എന്നുള്ളത് അതിനേക്കാളും വലിയ ശക്തിയുള്ളതാണ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ കേട്ടിരിക്കുന്നതിനാണ് കൂടുതൽ കഴിവ് എന്നാണ്. അതിനൊരു ശക്തി വേണം. അതെ, ഇപ്പോഴത്തെ കേസുകളും മുഴുവനും അതാണ്, ഒരാൾ കേൾക്കാനില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. നമുക്കായാലും നമ്മളൊരാൾ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കും ഒരാൾ കേൾക്കാൻ വേണം. എൻ്റെ ഇന്റർവ്യൂവിൽ പലരും പറയാറുണ്ട് നിങ്ങൾ ഒരാൾ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കുന്നു പറയാറുണ്ട്. ഞാനിതിപ്പോൾ അതെടുത്ത് പറയുന്നതല്ല, ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ കേൾക്കാനിരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എന്നോട് പറയുന്നത്. ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് നേരെ അറ്റാക്ക് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും ചോദ്യം അത് അവിടെ അവസാനിച്ചു. അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്നോട് പറയാനും തോന്നൂല, വേറെ പറയില്ല. ശരിക്കും നമ്മൾ മനസ്സ് തുറക്കാന്ന് പറയുന്ന ഒരാൾ കേട്ടിരിക്കുമ്പോഴാണ്. ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നതുകൊണ്ടാണ് പലരും പറയുന്ന കാര്യത്തിന്റെ അപ്പുറം ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും എന്നോട് തുറന്നു പറയാറുണ്ട്. അതെപ്പോഴും ഞാൻ പഠിച്ചൊരു പാഠമാണ്. എപ്പോഴും നമ്മൾ കേട്ടിരിക്കാൻ ഒരു സ്പേസ് കൊടുക്കണം ആർക്കാണെങ്കിലും. തീർച്ചയായിട്ടും. അപ്പോൾ നല്ലതാണ് എപ്പോഴും അങ്ങനെ കേൾവിക്കാർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ട്രെയിനിങ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യിക്കുന്നത്? വെച്ചാൽ ഞാൻ ട്രെയിനിങ് ആണ് ഞാൻ കോച്ച് ചെയ്യുന്നത്. പക്ഷേ അത് അതായത് പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യും. അതെ അതെ. അത് നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളത് എങ്ങനെയാണോ ഒരാളെ പഠിപ്പിച്ചാൽ അത് പറയും. നമ്മളൊരു ട്രെയിനേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതൊരു സമൂഹത്തിലൊരു മാറ്റമാണ് വരുത്തുന്നത്. നേരെ മറിച്ച് ഒരു വ്യക്തിക്കായിരിക്കുമ്പോൾ ആ വ്യക്തി മാത്രമാണ് മാറുന്നത് എന്നാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി, അതായത് നമ്മളെ കൊണ്ട് നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ കൊടുത്ത ഒരു ഫീൽഡിൽ അവർ ശോഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പേര് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ചിട്ടാണ് നമ്മൾ നമ്മൾ അത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെയാണല്ലോ മുന്നോട്ട് വരിക. അങ്ങനെ ഉണ്ടല്ലോ, ഓരോ കാര്യത്തിന് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. തീർച്ചയായിട്ടും. അത് എവിടെയൊക്കെയാണ് ഇപ്പോൾ അതിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ യൂണീക്ക് എക്സ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പിന്നെ നമ്മൾ ഗ്രോത്ത് എക്സ് എന്നുള്ള ഒരു ഇതിലുണ്ട്. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണത്. അങ്ങനെ നമുക്ക് പിന്നെ ഞങ്ങൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പായിട്ടും പിന്നെ ഒറ്റക്കായിട്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അവർ വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. തീർച്ചയായിട്ടും. ഓക്കെ. നമ്മളെ ഏറ്റവും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ്, TSSR സർട്ടിഫിക്കറ്റാണ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഓൺലൈനിൽ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ തുടങ്ങിയിട്ടില്ല. പേഴ്സണലി ഇപ്പോൾ ഷാബി മാഡത്തിന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ദൂരെയുള്ളവർക്കൊക്കെ? ഞങ്ങൾ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആണ്, നടന്നിട്ടില്ല. ഓഫ്ലൈൻ സെക്ഷന് വേണ്ടിയിട്ടുള്ളൊരു പിന്നെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ.
ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഈ ക്ലാസ്സിന് വരുന്നവർക്ക് ഇപ്പോൾ നമ്മൾ പലതരത്തിലാണ് ആൾക്കാരുടെ മൈൻഡ് ഉള്ളത്. ഇപ്പോൾ ചിലവർക്ക് ഇത് കേട്ടിരിക്കാൻ തോന്നും, ചിലവർക്ക് മടുപ്പ് തോന്നും, ചിലവർക്ക് ഇത് ഞാൻ വന്നത് എന്തിനായിരുന്നു തോന്നും, പലരും നിർബന്ധം കൊണ്ട് വന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? അത് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് വരും. അത് പറയാം. അതെ, അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ മെഡിറ്റേഷന് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അവിടെ തന്നെ അവരെ അങ്ങോട്ട് ഒരു എംപ്റ്റി കപ്പായിട്ട് ഇരുത്തും. അങ്ങനെയാണ് പിന്നെ നമ്മൾക്ക് അവർ എങ്ങനെയാലും നമുക്ക് ആ വ്യക്തികളെ നമ്മളിലേക്ക് തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരേപോലെ ആക്കാൻ പറ്റും, മൈൻഡ് എല്ലാവരുടെയും. അങ്ങനെ ആക്കാം. അങ്ങനെയാണ് നമ്മളിത് ക്ലാസ്, നമ്മുടെ രീതി അതാണ്. ഇപ്പം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ക്ലാസ്സുകളായാലും ഇവര് അഫ്ലഹ് സാറ് പിന്നെ അഫ്സൽ സാറാണ്, 2 സാറന്മാരെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവര് 2 സാറന്മാരായാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിലും നമ്മൾ എവിടെ എന്ത് ചോദിച്ചാലും അപ്പോൾ പറഞ്ഞു തരാനും നമ്മളൊരു മുന്നോട്ട് പുഷ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ അവിടുന്ന് ആ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയാലും നമ്മൾ അവിടെ തന്നെ കൂടുതൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുമാണ്. നമ്മളിപ്പോൾ പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ വിട്ടുപോയായിരുന്നു. ആ പുസ്തകങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്? പുസ്തകം ആദ്യം നിലാവ് എന്നുള്ളൊരു പുസ്തകമായിരുന്നു. കാരണം അത് പേരെന്താ എഴുതണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തിരിച്ചു മറിച്ചൊന്നും ചിന്തിക്കാതെ നിലാവ് എന്നാ പറഞ്ഞത്. കാരണം നിലാവിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നിലാവ് ആ ഒരു നമ്മളെ ഒരു പുഴന്റെ തീരം, നിലാവ്, അങ്ങനെയൊക്കെ ആ ഒരു ഫീലിങ്സ് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? രാത്രി പുഴയുടെ നിലാവ് കാണാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തതാണല്ലോ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നുക. ഇതുവരെ ഞാൻ അത് ആസ്വദിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാണ് ആ വിഷയമുള്ളത്. അപ്പോൾ ആ ഒരു എന്താണ് പെട്ടെന്ന് എന്താണ് പേരിടാന്ന് വെച്ചപ്പോൾ ആലോചിക്കാതെ നിലാവ് എന്ന് പറഞ്ഞത്. അങ്ങനെ നിലാവ്. രണ്ടാമത്തത് നീലക്കടലിലെ 40 പടവുകൾ എന്നാണ് രണ്ടാമത്തെ ബുക്കിന്റെ പേര്. അതും ഇതുപോലെ തന്നെ എൻ്റെ ലൈഫ് അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ പേരിട്ടുന്നത്. കവിതകൾ അങ്ങനല്ല, കവിതകൾ വ്യത്യസ്ത തരം കവിതകളാണ്, എല്ലാ തരം ഉണ്ട്. ജീവിതത്തിലെ 40 പടവുകളായിട്ടാണ് കാണുന്നത്. അതെ, ജീവിതത്തിലെ 40 പടവുകൾ എന്ന് പറയാനല്ല, നമ്മള് പിന്നെ നീലക്കടൽ എന്ന് പറയുമ്പോൾ അത് അതിനൊരു ഉദ്ദേശിക്കുന്നത് നീലക്കടല് അത്രയും ആഴിയിലെ ഭയങ്കര നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു സംഭവമാണ്. കടലിന്റെ രഹസ്യങ്ങള് നിഗൂഢമാണ്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെ മനസ്സും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ 40 പടവുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആ 40 പടവുകളിലേക്കുള്ളൊരു യാത്രയായിരുന്നു അന്ന്. ഞാൻ യാത്രയിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ പേര് അങ്ങനെ ഇട്ടത്. ജീവിതത്തിലെ 40 പടവുകളായിട്ടാണ് പുസ്തകത്തെ കാണുന്നത്. അപ്പോൾ പുസ്തകം വായിച്ചാൽ മതി. ഇല്ല, പുസ്തകത്തില് കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫ് ഒന്നും ഇല്ല അതില്. തീർച്ചയായിട്ടും എല്ലാ പേര് മാത്രം അങ്ങനെ ഒരു സജഷൻ കൊടുത്തു. ഓക്കെ ഓക്കെ, അടിപൊളി. ഇനിയിപ്പോ ഒരു എന്താ പറയാ, നമ്മുടെ എല്ലാവരുടെയും ജീവിതകഥ എഴുതുന്ന പോലെ അങ്ങനെ ഒരു എഴുതാൻ പ്ലാൻ ഉണ്ടോ? എഴുതണം. കാരണം ഷാബിനെ സംബന്ധിച്ചിടത്തോളം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുത്തു തുടങ്ങി. വീട്ടുകാരും സപ്പോർട്ട് ചെയ്യാതെ +1 കല്യാണം കഴിഞ്ഞു. ഒരു 2 വർഷത്തിനുള്ളിൽ ഡെലിവറി കഴിഞ്ഞു. പിന്നെ ഒരു 4 കുട്ടികളുമായി. ആ കുട്ടികളെയൊക്കെ ഒറ്റയ്ക്ക് തന്നെ നോക്കേണ്ടി വന്നു. ഇപ്പോൾ ഒരു കുട്ടി എനിക്കുമ്പോൾ എന്തോരം ബുദ്ധിമുട്ട് ഒരു അമ്മയ്ക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇടവിട്ട് കുഞ്ഞു കുട്ടികൾ, ഒരു 4 കുട്ടികൾ ആവുമ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരാളും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇപ്പോൾ ഒരു എഴുത്തുകാരിയായി, ഇഷ്ടപ്പെട്ടൊരു മേഖല തിരഞ്ഞെടുത്തു, ഒരു സൈഡിൽ ട്രെയിനിങ് കൊടുക്കുന്നു, എഴുതുന്നു. ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ മാഡത്തിനുണ്ടാവും. അപ്പൊ അതെല്ലാം വെച്ചിട്ട് എന്തായാലും ഒരു ജീവിതകഥ നല്ലല്ലേ, എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. കാരണം പല കഴിവുകളും അടക്കി പിടിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി അതെല്ലാം മാറ്റി വെച്ചും ജീവിക്കുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, ഞാൻ സൈക്കോതെറാപ്പി ചെയ്തത് ഹാപ്പിനെസ് സെന്ററിലെ ഡോക്ടർ ഷമീന VPR അവരെ ഇതിൽ സെന്ററിലാണ്. അവർക്കൊരു ഇതെന്ന് വെച്ചാൽ നമ്മളെന്തും ലൈഫ് ലോങ്ങിൽ അവരെ സപ്പോർട്ട് നമുക്കുണ്ടാവും. കാരണം അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും.
നമ്മൾ ഒരു കാര്യം എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ അതിന് ഒരു ക്ലാരിറ്റി ഉള്ളൊരു റിപ്ലൈ നമുക്ക് തരും. ഈ സൈക്കോതെറാപ്പി എത്ര നാളായി ചെയ്തു തുടങ്ങിയിട്ട്? സൈക്കോതെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ആയി. ഞാൻ പിന്നെ ആ ഫീൽഡ് അവിടെ നിർത്തിവെച്ച് പിന്നെ ഈ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് പിന്നെ ഫോക്കസ് ചെയ്തത്. എല്ലാവരുടെയും ഈ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ +1 എന്ന് പറയുമ്പോൾ പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ +2 എഴുതിയിട്ടുണ്ടാവുക. അത്രയും കാലം അങ്ങനെയായിരുന്നു ഒരു സാധാരണ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെയാണ് പിന്നെ ഡിഗ്രി ചെയ്തത്. പിന്നെ അതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. ഇപ്പോൾ ഞാൻ നമ്മളെ മരണം വരെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലോ. എല്ലാ കുട്ടികളൊക്കെ വലുതായപ്പോഴും എല്ലാവരുടെയും സപ്പോർട്ടും എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മനുഷ്യനെ അങ്ങനെ വേണം, പഠിച്ചുകൊണ്ടിരിക്കണം, അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ സൈക്കോളജി ആ ഒരു സെക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. ഇപ്പൊ കൗൺസിലിംഗ് കൊടുക്കുന്നില്ലേ, ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് പലതരത്തിലുള്ള ആളുകൾക്ക്. ഇപ്പൊ ഏറ്റവും കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടോ? കുട്ടികൾ അപൂർവമാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ നമ്മൾ പിന്നെ ഒന്ന് ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ, പിന്നെ റിലേഷൻഷിപ്പ്, അഫെയർ കേസുകൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ട്. അഫെയർ കേസുകളെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടോ? അങ്ങനെ വരുന്നുണ്ട്. ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അഫെയർ, പ്രണയം? നമ്മൾ അത് ഒരു ഇപ്പം എന്ന് പറഞ്ഞാൽ ചെറുപ്രായം തൊട്ട് തന്നെ ഉണ്ട്. ഒരു 8ാം ക്ലാസ്, ഒരു 13 വയസ്സ് മുതലാണ് സീരിയസ് ആയിട്ട് അവരുടെ ചിന്ത എന്ന് വെച്ചാൽ ഇത് യാഥാർത്ഥ്യമാണ് എന്നാണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലാണ് ഇത് വെറും ഒരു ഇതൊന്നും അല്ല ജീവിതം എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റാത്തൊരു, അത്രയും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു പ്രണയമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ വേറെ രീതിയിലേക്ക് മാറുന്നൊരവസ്ഥയാണ്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഈ കൗൺസിലിംഗിന്റെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. തന്നെയാണ്. നമ്മളിപ്പോ ചിലപ്പോ ഭർത്താക്കന്മാര് ഭാര്യമാരെ ആയിരിക്കും കൊണ്ടുവരും. ഇവൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ്, ഇവൾക്ക് ഇങ്ങനെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഭർത്താവിനായിരിക്കും. അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഇത് എല്ലാ ഏരിയയിലും ഇപ്പോൾ ആദ്യം മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് ഇതിനോടൊക്കെ താല്പര്യങ്ങൾ ഉണ്ടാവുമെന്നും അത് നിങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് നോക്കണമെന്നും പാരന്റ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ശരിക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ പോകുന്നത് വീട്ടിൽ സ്നേഹം കിട്ടാഞ്ഞിട്ട് തന്നെയാണ്. കാരണം വീട്ടിലെല്ലാം തുറന്നു പറയാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ പോകുന്നില്ല, ഒരിക്കലും പോകില്ല. അത് പിന്നെ നമുക്ക് ഈ കാണാത്ത സംഭവങ്ങൾ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, അത് എന്താണെന്ന് അറിയാനുള്ളതും. പിന്നെ ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഗേൾസിനും, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ബോയ്സിനൊക്കെ എന്തോ ഒരു കുറവ് പോലെയാണ്. അപ്പോൾ അതൊരു ട്രെൻഡായിട്ടും അങ്ങനെയുണ്ട്. അത് ഇപ്പോൾ കൂടുതൽ വേറെ രീതിയിലേക്ക് പോകുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും. പിന്നെ കുട്ടീനോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത്യാവശ്യം ഇതിന്റെ വരുന്ന അപകടകരമായ സിറ്റുവേഷനും ഇത് കഴിഞ്ഞൊരു ജീവിതം ഉണ്ടെന്നും. ഇത് എന്താ ഇവിടെ കണ്ടുവരുന്നത്, പറയേണ്ട രീതിയിൽ പല പാരന്റ്സും പറയില്ല. കുട്ടികളെ തല്ലിയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അനാവശ്യമായിട്ട് നാട്ടുകാരുടെ മുമ്പിലിട്ട് ഇങ്ങനെ കളിയാക്കിയും ഇങ്ങനെയൊക്കെ പല പാരന്റ്സ് കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴും ഒരു 50% പാരന്റ്സിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അറിയില്ല. സത്യമാണ് അത് അങ്ങനെ ഉണ്ട്. അത് നമ്മൾ കുട്ടികളെ എങ്ങനെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പോൾ പഠിക്കാത്ത കാര്യമൊക്കെ ആയാലും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നൊരവസ്ഥ ഉണ്ട് പാരന്റ്സിന്. അത് ഞാനടക്കം എല്ലാവർക്കും താനെ വന്നു പോകുന്നൊരു കാര്യമാണ്. അവരെ കണ്ടു പഠിക്കുക, ഇവരെ കണ്ടു പഠിക്കുന്നത്. പക്ഷെ ആ വാക്കുകൾ ശരിക്കും ആ കുട്ടികളിൽ നെഗറ്റീവാണ് ഉണ്ടാക്കുന്നത്. അവര് കുട്ടിക്ക് 50-ൽ ഒരു 10 മാർക്ക് കിട്ടിയാൽ നീ 10 മാർക്ക് വാങ്ങിയല്ലോ എന്ന് ഒരു പേരൻസും പറയൂല. നീ 10 മാർക്ക് അതിൽ വാങ്ങിയല്ലോ എന്നല്ല പറയാ, ബാക്കിയുള്ള നീ എന്തൊരു മോശമാണ്, ആ രീതിയിലാണ് എല്ലാ പേരൻസും ചെയ്യുക. പക്ഷെ അങ്ങനെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും നല്ല രീതിയിൽ കുട്ടികളെ. പഠിക്കാൻ മോശമുള്ള കുട്ടികളായാലും പിന്നെ നമ്മൾ പെരുമാറ്റത്തിൽ മോശമുള്ള കുട്ടികളായാലൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, പിന്നെ നല്ല നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു കാര്യങ്ങൾക്കാണ് കുട്ടികൾ കൂടുതൽ വാല്യൂ കൽപ്പിക്കുക. അങ്ങനെ ഉണ്ട്.
അത് നമ്മളെന്താണോ നമ്മളിപ്പോൾ നമ്മൾ ഇസ്ലാമിക ഇതിലാകുമ്പോൾ നമ്മൾ 5 വക്ത് നമസ്കാരമുണ്ട്. നമസ്കരിക്കുന്ന ഒരു പാരൻസ് പറയാണ്. നമ്മൾ നിസ്കരിക്കാതെ നമ്മൾ ഫോണായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതാണ് കണ്ടുപഠിക്കുക. എൻ്റെ ഉമ്മ ഇങ്ങനെ നിൽക്കുന്നത് എന്നോട് നിസ്കരിക്കാൻ പറയണം, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇങ്ങനെ ഇരിക്കുന്നത് എന്നോട് നിസ്കരിക്കാൻ പറയണം. ആ പറയുമ്പോൾ അവർ ചെയ്യും, പക്ഷെ അത് അവര് ജീവിതത്തിൽ കൊണ്ടുവരൂല. നേരെ മറിച്ച് നമ്മൾ ആ ഒരു രീതിയിലാണ് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കും അത് സ്പ്രെഡ് ആവും. ഈ പറയുന്ന ഈ പറഞ്ഞത് വളരെ കറക്റ്റാ. കുട്ടികളോട് പറയും ടിവിയിൽ ക്രിക്കറ്റ് കളി കാണരുത്, സിനിമ കാണരുതെന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞിട്ട് ഇവർ ഈ ഫുഡിൽ ഒളിയത്തിലിരുന്ന് കാണും. ഇതും പിള്ളേർക്ക് പഠിത്തത്തിലും കോൺസെൻട്രേഷൻ കിട്ടില്ല, ദേഷ്യം കൂടും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും പകർന്നു നമ്മൾ പാരന്റ്സ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അത് ലൈഫിൽ ഒരു രീതിയിൽ. തീർച്ചയായിട്ടും ഒരുപാട് അധ്യാപകരും ഉണ്ട് ഈ കൗൺസിലിംഗ്. അപ്പൊ അധ്യാപകർക്കും കൊടുക്കണ്ടേ? ശരിക്കും അധ്യാപകർ ഈ ഒരു ഭാഗം പഠിക്കുന്നുണ്ട്. നമ്മള് BEd ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അധ്യാപകരാകുന്നത്. അതിലും കൗൺസിലിംഗ് സൈക്കോളജി ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നും കുട്ടികളെ സ്വഭാവ ദൂഷ്യങ്ങൾ എങ്ങനെ മാറ്റണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഒരു അധ്യാപിക ആവുന്നത്. പക്ഷെ അത് എല്ലാവരും അവരെ പ്രവൃത്തിയിൽ കൊണ്ടുവരൂല. അതാണ് എല്ലാവരും വ്യക്തിപരമായിട്ടും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ കൂടുതൽ ഒരു ഇഷ്ടം, ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കാത്ത കുട്ടികളെ അവർ പഠിച്ചോളും എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നേരെ മറിച്ച് പഠിക്കാത്ത കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകരുണ്ട്. അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണല്ലോ. അത് അധ്യാപകരിലും ഉണ്ട്. അത് നേരെ മറിച്ച് കുട്ടികൾ ഇപ്പോൾ കഴിവില്ലാത്ത എന്തുകൊണ്ട് ആ കുട്ടി പഠിക്കണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ആ ബുദ്ധിമുട്ട് നികത്തി ആ കുട്ടീനെ പഠിക്കാൻ നമ്മൾ ഒന്ന് ചേർത്ത് പരിഗണിച്ച് ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും ആ ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ്. അത് മനസ്സിലാക്കാൻ ഉള്ളൊരു അധ്യാപകനായി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതല്ല ആ കുട്ടി പഠിക്കണില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ പിന്തള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരുപാട് ഭാവിയാണ് നഷ്ടപ്പെടുത്താനും അതുപോലെ വളർത്തിക്കൊണ്ടുവരാനും അധ്യാപകർക്ക് പറ്റും. അല്ലെ, ഒരു ജനറേഷൻ വളർത്താനും തളർത്താനും. അധ്യാപകരും അത്യാവശ്യം പറയുന്ന പോലെ അലേർട്ടായി ശരിക്കും അവരെ കൺട്രോൾ ചെയ്യാനും ഒരു ഗ്രൂപ്പ് വേണ്ടതാണ് സത്യം പറഞ്ഞത്. എന്തായാലും ഒരുപാട് അറിവുകളാണ് കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളും പലരുടെയും മനസ്സിലുള്ളതാണ്. പല കുട്ടികളുടെയും പല രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഈ കൗൺസിലിംഗ് എല്ലാം സ്കൂൾ തലത്തിലും വേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. സ്കൂൾ തലത്തിലെന്ന് പറഞ്ഞാല് സ്കൂളിൽ ഒരു പോസ്റ്റ് ഉണ്ടാവും കൗൺസിലർ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് പ്രായോഗികമായിട്ട് ഉണ്ടോ എന്നുള്ളത് എല്ലാവരും നടത്തിക്കൊണ്ട് പോകുന്നില്ല. പോസ്റ്റ് മാത്രമായിട്ട് ചിലത് പോസ്റ്റ് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരു ആളുണ്ടാവും, പക്ഷെ അവര് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും എന്നുള്ളത് ചില സ്കൂളിലൊക്കെ ഉണ്ടാവും. പക്ഷെ മിക്ക സ്കൂളുകളിലും അതില്ല എന്നാണ്. ഞാനൊക്കെ ഇത് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ നമ്മൾക്ക് സ്കൂളിലും ഇത് ചെയ്യാൻ പറ്റും, അപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പോസ്റ്റുകളുണ്ടല്ലോ എല്ലായിടത്തും ഒരു കൗൺസിലർ പോസ്റ്റ് ഉണ്ടാകും. പക്ഷെ അത് അവര് പ്രായോഗികമായിട്ട് കൊണ്ടുവരണില്ല എന്നുള്ളത്. ഇപ്പൊ ഈ അടുത്ത കാലത്തെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നുണകൾ പറയുന്നത്. എല്ലാവരും പറയും, പക്ഷെ കുട്ടികളാണ് കൂടുതൽ പറയപ്പെടുന്നത്. പക്ഷെ അപകടകരമാവുന്ന കുറെ നുണകളുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ ഉണ്ടായ ഒരു സംഭവം, ഒരു കുട്ടീനെ 10 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, പ്രായപൂർത്തിയാവാത്തൊരു കുട്ടീനെ 10 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തയായി. ആ പീഡിപ്പിച്ച ആൾക്കാരുടെ ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ വന്നു. അവർ അറസ്റ്റ് ചെയ്യുന്നു, അകത്ത് പോകുന്നു. പിറ്റേ ദിവസം ആ കുട്ടി പറയാം, അതായത് ഇന്ന് ആ കുട്ടി പറയാണ് അവർ പീഡിപ്പിച്ചിട്ടില്ല എന്ന്. തലേ ദിവസം അവരെ പ്രതിയാണെന്നുള്ള രീതിയിൽ മുദ്ര കുത്തി പിടിച്ചുകൊണ്ടുപോയ പോലീസുകാരുൾപ്പെടെ, ഇത് ഞാൻ ഉൾപ്പെടെയുള്ള ഈ മാധ്യമ ലോകത്ത് അവരുടെ ഫോട്ടോ എടുത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി അവരെ ഇവരാണ് കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ പ്രചരിപ്പിച്ച മാധ്യമ പ്രവർത്തകർ, ഇതെല്ലാവരും ഉൾപ്പെടെ നശിപ്പിച്ചു കളഞ്ഞേക്കുന്നത് എന്തോന്ന് കുറച്ച് ആൾക്കാരുടെ ഭാവിയാണ്. അത് ഈ കുട്ടിയുടെ നുണ കാരണോ? അതെ, അത് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളൊക്കെ എന്താണ് ഇപ്പൊ സത്യം എന്താണ് മിഥ്യ എന്താണെന്ന് അറിയാതെ മീഡിയക്കാരും അതിന് പിന്നാലെ ഉണ്ട്. അങ്ങനെ എല്ലാവരെയും ആക്ഷേപിക്കല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറവുകളും ഉണ്ട്. ഒരുപാട് ഗുണങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ മൈൻഡ് അത്രയും ഷാർപ്പാണ്.
നമ്മളെക്കാളൊക്കെ ഫാസ്റ്റായിട്ട് അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും അത് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. നേരെ മറിച്ച് അതേപോലെ തന്നെ അവർക്ക് ഈ അക്രമ തൃഷ്ണ കൂടുതലുമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വേദനിപ്പിച്ചാൽ തിരിച്ച് വേദനിപ്പിക്കണം എന്നുള്ള ചിന്തയാണ്, അല്ലാതെ ക്ഷമിക്കുക എന്നുള്ള വാക്ക് അവരിൽ ഇല്ല. അങ്ങനത്തെ ഒരു ജനതയാണ് ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ചെയ്താൽ അവർക്ക് പ്രതികാരം ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, അതിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ നാണം കേടോ, അതൊന്നുമില്ല. എന്താണോ മുന്നിൽ വരുന്നത് അതങ്ങോട്ട് ചെയ്യാം. അതാണ് അത്. ഒന്ന് നമ്മൾ സോഷ്യൽ മീഡിയേൻ്റെ അതിപ്രസരണം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം സോഷ്യൽ മീഡിയ നല്ലതും ഉണ്ടല്ലോ. നല്ല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു മാധ്യമമാണ്. നേരെ മറിച്ച് ഈ ഒരു നെഗറ്റീവിലൂടെ പോകുന്നവർക്ക് അതിന് പറ്റിയൊരു മാധ്യമമാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ കുട്ടികളിൽ എങ്ങനെ വരുന്നത് വെച്ചാൽ അവർക്കത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ട് വിളിക്കുന്നവരുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗ്രഹണശക്തി തന്നെയാണ് അവർക്ക്. നല്ല ഗ്രഹിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അവർക്ക് കഴിയും. അവർക്ക് ടെക്നോളജി സപ്പോർട്ട് ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെയാണ് അവർ. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്ത് ഉപദ്രവിച്ചാൽ നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരിൽ ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. അവർക്കത് നിന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് തിരിച്ച് ഞാൻ ചെയ്യും എന്നുള്ള അങ്ങനെയുണ്ട്. അതെ, വാശി വൈരാഗ്യം ഒക്കെ കൂടുതലാണ്. പിന്നെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ലഹരിയുടെ ഉപയോഗവും നല്ലോണം ഉണ്ടല്ലോ കുട്ടികളിലൊക്കെ. കുട്ടികളിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ കുട്ടികളിലാണ് കൂടുതൽ. സ്കൂള് കോളേജ് ആ ഒരു ഇതിൽ ഇപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്ക്, അല്ലെങ്കിൽ മോശമാണെന്നുള്ള രീതിയിൽ ആ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, പിന്നെ അതിന് അഡിക്റ്റ് ആയിക്കോളും. ആ ഒരു രീതിയിൽ അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ ലഹരിയുടെ ഉപയോഗവും ഉണ്ട്. അപ്പൊ ശരിക്കും ഈ പറഞ്ഞ സ്കൂൾ തലത്തിൽ ഇപ്പൊ ആ ഒരു കുട്ടിയുടെ നുണയിലാണ് ഇത്രയും പേര് നിരപരാധികളെ കുറെ ആൾക്കാർ പ്രതിസ്ഥാനത്ത് വന്നത്. പിന്നെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 9 വർഷത്തോളം തടവിൽ വന്ന ഒരു പ്രായമുള്ള ഒരാളുടെ വാർത്തയൊക്കെ നമ്മൾ വായിച്ചത്, ആ ഒരു കുട്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്തിട്ട്. അപ്പം ഇതെല്ലാം ഈ നുണ പറയുന്നതെല്ലാം കാരണം ഒരു കൗൺസിലിങ്ങിന്റെ കുറവ് കുട്ടികൾക്കുണ്ട്. ഇത് സ്കൂൾ തലത്തിൽ പ്രായോഗികമായിട്ടും വരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതെല്ലാം എത്രയും പെട്ടെന്ന് ആവട്ടെ അല്ലേ. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയേക്കുന്നത്. നല്ലൊരു എഴുത്തുകാരിയാണ്, 2ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. ഇനിയും എഴുത്തിൻ്റെ കാര്യത്തിൽ ആ ലോകത്തേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ പറ്റട്ടെ, ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തട്ടെ. ഏതായാലും പറഞ്ഞ പല വാക്കുകളും ഒരാളും സംസാരിക്കാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എല്ലാ പാരൻസിനും എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അതൊക്കെ പറഞ്ഞു തന്നേക്കുന്നത്. എല്ലാവരിലേക്കും ഈ അറിവുകളൊക്കെ ഇനി എത്തിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരാണ്. താങ്ക് യു സോ മച്ച്.